വലിയ നെറിയേട്. വഞ്ചനയുടെ ചതി ഇത് കേട്ടിട്ടില്ലേ? വഞ്ചനക്കിടയിലൊരു ചതി എന്ന് പറഞ്ഞതുപോലെ ഇയാൾ ഈ മുടിവെള്ളം കുടിപ്പിക്കുന്നതിനിടയ്ക്ക് മൂപ്പർ നടത്തിയ ചതി. അതെന്താ? ഇനി കൊണ്ടൂർ ഉറൂസ് ഇങ്ങനെ ഇനിതാ ഇൻഷാ അല്ലാഹ് SSFന്റെ 40ാം വാർഷിക സമ്മേളനം വരുന്നു. അതോടുകൂടി ഇക്കൂട്ടർ വിറച്ചിട്ട് ചത്തുപോകും, യാതൊരു സംശയവും ഇല്ല. എന്ത് ബലാമുസീബത്താണ് നിങ്ങൾ ആലോചിക്കട്ടെ. വിറച്ചിട്ട് ചത്തുപോകുന്ന ആള് പറയണം. എന്ത് കഷ്ടമാണ് ഇയാള്. വെപ്രാളം കൊണ്ട് എന്തെല്ലോ നെഞ്ചം പിച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണ്ട, നിങ്ങൾ ആദരിക്കണ്ട. നാളെ ഇൻഷാ അല്ലാഹ് മർക്കസു തഖാഫത്തി സുന്നിയയിൽ ഷഹർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഹർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഹർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. ആ ഡബിൾ എഫക്ട്. സംസം വെള്ളാണ്, അതില് പോരാഞ്ഞിട്ട് മുടിയും കൂടെ മുക്കിയിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് നാളെ ഡബിൾ എഫക്ട് കിട്ടാൻ വേറെ ഒരു സംഗതി കൂടെ ചേർക്കുന്നുണ്ട്. എന്താ അത്? ഇപ്പൊ കുറച്ചേരം ആലോചിച്ചു എന്ത് പറയണം. കുറച്ചേരം ആലോചിച്ചു മൂപ്പർ എന്താ പറയണ്ടത്. എന്നിട്ട് പറഞ്ഞു തുർബത്തുൽ ഹുജ്റത്തി ശരീഫ. ആലോചിച്ചു സംഗതി ഇച്ചിരി പൊടിയാ. ആ പൊടി എന്ന് പറഞ്ഞ പോലെ മൂക്കിപ്പൊടി പോലെ ആയാലോ. ആണ് മൂപ്പരെന്തെടുത്തു, അതിനൊരു പ്രാസമുണ്ടാക്കി ഒരു കാര്യഗൗരവമാക്കിയിട്ട് പറയാണ് തുർബത്തുൽ ഹുജ്റത്തി ശരീഫ. അതാണ് നാളെ വെള്ളത്തിൽ ചേർക്കാൻ പോണത്. കേട്ടോ, എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്തി ശരീഫ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും. അതിന്റെ പുറമേ അവിടത്തെ ആ ഖബർ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി വടിച്ചെടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗളത്തു ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുർബത്തുൽ ഹുജ്റത്തി ശരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ്, വല്ലാത്തൊരു പഴഞ്ചൻ തന്നെ. എന്താ വാക്കം ക്ലിയർ ചെയ്യാനോ? പൊടി വടിച്ചെടുത്ത് അത് കൊണ്ടുവന്നിട്ട് അതുകൂടി ഞാനിട്ട് കലക്കി നല്ലൊരു കഷായാണ് നാളെ തരുന്നത്. ഇതാ നിങ്ങൾ ആലോചിക്കുക, ഇയാൾക്ക് എന്താ ഇയാളെ കുറിച്ച് പറയണ്ടേ? ഇത് കേട്ടിട്ട് മാന്യ സഹോദരങ്ങളെ, അതിന്റെ പിന്നാലെ കൂടുന്ന ഖൗമിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ മനുഷ്യന്മാരോട് ചോദിച്ച അഫലാ തഅഖിലൂൻ, നീ ചിന്തിക്കുന്നില്ലടോ? എത്ര തവണ വിശുദ്ധ ഖുർആൻ ചോദിച്ചത്? മനുഷ്യരോടെ ചോദിക്കണം, അഫലാ തഅഖിലൂൻ, മൂളയില്ലടോ, ചിന്തിക്കുന്നില്ലടോ? ആരാ ചോദിച്ചത്? റബ്ബ് സുബ്ഹാനഹു വ തആല. എത്ര കാലായി മക്ക അവിടെ ഉണ്ട്, എത്ര കാലായി മദീന അവിടെ ഉണ്ട്? ഇത്രയും കാലം ജീവിച്ച ഏതെങ്കിലും ഒരാൾക്ക് അവിടെ പൊടി കാണാൻ കഴിഞ്ഞോ? ആ പൊടി വടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ ഒരു മുസ്ലിയാർ വന്ന് പൊടി കലക്കി കൊടുക്കാൻ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾ ദീനിന്റെ ശത്രുവാണ്. ഇയാൾ വിശുദ്ധ ഇസ്ലാമിന്റെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും ശത്രുവാണ്. അത് തുറന്നു പറയണം.